ഓരോ രാജ്യത്തിനും ഓരോ കഥകളുണ്ട്, ഓരോ ഓർമ്മകളുമുണ്ട്. ചിലത് എഴുതി വെച്ചവ, ചിലത് കേട്ടവ. ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. ലെജൻസ് ദാറ്റ് എക്കോ ഐതിഹ്യമാല കൊച്ചിൻ സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഐതിഹ്യമാലയിലെ 50-ാമത്തെ കഥയായ കൊച്ചി ശക്തൻ തമ്പുരാൻ തിരുമനസ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള വിവരണമാണ്. ഇന്നത്തെ ഈ വിവരണത്തിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം എന്തെന്നാൽ കൊച്ചി ശക്തൻ തമ്പുരാൻ കൊച്ചി രാജവംശത്തിലെ ഏറ്റവും പ്രതാപശാലിയായ ഭരണാധികാരിയും കേരളം കണ്ട പ്രഗത്ഭന്മാരായ രാജാക്കന്മാരിൽ ഒരാളുമാണ്. ആ അറിവ് നിങ്ങൾക്ക് പകർന്നു തരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഐതിഹ്യമാലയിലെ 50-ാമത്തെ കഥയായ കൊച്ചി ശക്തൻ തമ്പുരാൻ തിരുമനസ് വളരെ നീണ്ട കഥയാണ്. വളരെയധികം പേജുകളുള്ള ഒരു കഥയാണ്. അത് മുഴുവനും ഞാൻ വിവരിക്കണമെങ്കിൽ എനിക്ക് 5-6 എപ്പിസോഡെങ്കിലും വേണം. അതുമാത്രമല്ല, കോഴിക്കോട്ടങ്ങാടി എന്ന കഥയിൽ ഞാൻ പറഞ്ഞതുപോലെ ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഈ കഥ എഴുതിയിരിക്കുന്നത് ഐതിഹ്യമാലയുടെ വായനക്കാർക്ക് ശക്തൻ തമ്പുരാനെക്കുറിച്ച് ഒരു പ്രയർ നോളജ് ഉണ്ട് എന്ന ഒരു അസംഷനിലാണ്. നമ്മളിൽ പലർക്കും ശക്തൻ തമ്പുരാനെക്കുറിച്ച് അത്ര അറിവൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം ബാഹുബലിയെക്കുറിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾക്കറിയാമായിരിക്കും. ഒരുപക്ഷെ ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാല എഴുതിയ വർഷങ്ങളിൽ, അതായത് ഏകദേശം 100-150 വർഷങ്ങൾക്ക് മുൻപ്, എല്ലാവർക്കും ശക്തൻ തമ്പുരാനെ പറ്റി അറിയാമായിരുന്നിരിക്കാം. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ലല്ലോ. അതുകൊണ്ട് ശക്തൻ തമ്പുരാനെക്കുറിച്ച് ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷനും കൊച്ചി രാജവംശത്തെക്കുറിച്ചും ആദ്യം നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ പേര് രാമവർമ്മ എന്നായിരുന്നു. രാമവർമ്മയുടെ ബാല്യകാലത്തെക്കുറിച്ചും രാമവർമ്മ എങ്ങനെ ശക്തൻ തമ്പുരാനായി എന്നതുമൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കഥകളിലേക്ക് നമുക്ക് കടക്കാം. കേരളത്തിന്റെ സാംസ്കാരിക ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന നഗരം തൃശ്ശൂരാണ്, അല്ലേ? തൃശ്ശൂർ ഇങ്ങനെ ഒരു സാംസ്കാരിക തലസ്ഥാനം ആയത് ഒരാളുടെ മാത്രം ദീർഘവീക്ഷണവും അതുല്യമായ ഭരണവൈഭവവുമാണ്. അദ്ദേഹമാണ് കൊച്ചിയുടെ ശക്തൻ തമ്പുരാൻ. 1751, അതായത് 1751, ഇന്നത്തെ എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിൽ വെള്ളാരപ്പള്ളി എന്ന സ്ഥലത്താണ് രാമവർമ്മ ജനിച്ചത്. ഇന്നും ആ സ്ഥലമുണ്ട് കേട്ടോ. ബാല്യം കുറച്ച് കഠിനമായിരുന്നു. 3-ാം വയസ്സിൽ തന്നെ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചുപോയി. പിന്നീട് അദ്ദേഹത്തെ വളർത്തിയത് ചിറ്റമ്മയാണ്. വളരെ സ്നേഹത്തോടെ തന്നെയാണ് ചിറ്റമ്മ അദ്ദേഹത്തെ വളർത്തിയത്. ചെറുപ്പത്തിൽ കൂടുതൽ സമയവും അദ്ദേഹം കഴിച്ചുകൂട്ടിയത് തൃപ്പൂണിത്തറയിലായിരുന്നു. വിദ്യാഭ്യാസവും ഭാഷാ പഠനവും ശാസ്ത്രീയ പഠനവും ആയുധാഭ്യാസ മുറകളുമെല്ലാം. 39-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കൊച്ചിയുടെ ഭരണാധികാരിയാകുന്നത്. 39-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കൊച്ചിയുടെ ഭരണാധികാരിയാകുന്നതെങ്കിലും ഏകദേശം 10 വയസ്സുള്ളപ്പോൾ മുതൽ അദ്ദേഹം ഭരണകാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. കൊച്ചി രാജ്യവും കൊച്ചി രാജാക്കന്മാരും ദുർബലർ അല്ലെങ്കിൽ വീക്ക് ആണെന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാകും. പക്ഷേ നമ്മൾ കൊച്ചിയുടെ ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും, കൊച്ചിയിൽ പല ദുർബല രാജാക്കന്മാരും ഉണ്ടായിരുന്നു. കൊച്ചി ഒരു കൊച്ചു രാജ്യമായിരുന്നുവെങ്കിലും സമ്പന്നമായിരുന്നു. അതിനാൽ കൊച്ചി രാജ്യത്തിന് പല ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കോഴിക്കോട് സാമൂതിരി കൊച്ചി രാജ്യത്തെ നിരന്തരം ആക്രമിച്ചിരുന്നു. ഇങ്ങനെ നിർത്താതെയുള്ള ആക്രമണങ്ങൾ ഏതൊരു രാജ്യത്തിന്റെയും സമ്പദ്ഘടനയെ ബാധിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. വേറെയും ചില ബാഹ്യശക്തികളുണ്ടായിരുന്നു. ഡച്ച്, പോർച്ചുഗീസ്, ടിപ്പു സുൽത്താൻ നയിക്കുന്ന മൈസൂർ പട, അങ്ങനെ പലതും. ഇവരുടെ ഇടയിൽ ഒരു കൊച്ചു രാജ്യമായ കൊച്ചി പിടിച്ചു നിന്നത് തന്നെ ഒരു വലിയ കാര്യമായിരുന്നു. 10-ാം വയസ്സിൽ തന്നെ രാമവർമ്മയുടെ ധീരതയും ശൂരതയും വെളിപ്പെട്ടു തുടങ്ങിയിരുന്നു. അദ്ദേഹത്തെ വളർത്തിയ ചിറ്റമ്മ സ്നേഹത്തോടെ രാമവർമ്മയ്ക്ക് നൽകിയ പേരാണ് ശക്തൻ എന്നത്. കുഞ്ഞായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ബുദ്ധിസാമർഥ്യവും പാഠവും അല്ലെങ്കിൽ മിടുക്കും ധീരതയും അനീതിക്കെതിരെ ഒരിക്കലും വിട്ടുവീഴ്ച കാണിക്കാത്ത സ്വഭാവവും കാരണം
അദ്ദേഹത്തിന് കൂടുതൽ അധികാരങ്ങൾ കിട്ടിത്തുടങ്ങിയിരുന്നു. 16 വയസ്സുള്ളപ്പോഴാണ് ശക്തൻ എന്ന പേര് പ്രസിദ്ധമായി തുടങ്ങിയത്. ഏകദേശം 17 വയസ്സായപ്പോഴേക്കും ഇംഗ്ലീഷുകാരുമായും മൈസൂരുമായും തിരുവിതാംകൂറുമായും കൊച്ചിയുടെ നയതന്ത്ര ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദേശകാര്യമന്ത്രിയായി അദ്ദേഹം. കാലങ്ങൾ കടന്നുപോയി. കൊച്ചി രാജ്യം പല യുദ്ധങ്ങളും കണ്ടു. പല യുദ്ധങ്ങളിലും പിടിച്ചു നിൽക്കാൻ തിരുവിതാംകൂറിന് സഹായം അവർ തേടിയിരുന്നു. ചിലത് ജയിച്ചു, ചിലത് തോറ്റു. തോറ്റതിൽ പലതിലും നിലനിൽപ്പിനായും നാശനഷ്ടങ്ങൾ നികത്താനുമായി വളരെയധികം സ്വർണ്ണ നാണയങ്ങൾ അല്ലെങ്കിൽ സ്വത്തുക്കൾ, സമ്പത്ത് ചിലവാക്കേണ്ടി വന്നു. തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ ഭരണവും അവരുടെ ലോങ് ടേം വിഷനുമൊക്കെ ശക്തനെ ആകർഷിച്ചിരുന്നു. മാർത്താണ്ഡവർമ്മയെപ്പോലെ രാഷ്ട്രനിർമ്മാണ ദൃഷ്ടി, അതായത് ലോങ് ടേം നേഷൻ ബിൽഡിങ്ങിനുള്ള ഒരു ലോങ് ടേം വിഷൻ തന്റെ ഉള്ളിലും വളർത്തി അധികാരം കിട്ടുന്നതും കാത്ത് അദ്ദേഹം ക്ഷമയോടെ ഇരുന്നു. രാജഭരണ കാര്യങ്ങളിൽ ചില പരിഷ്കാരങ്ങൾ ചെയ്യണമെന്ന വിചാരം ശക്തന് ഉണ്ടായിരുന്നു. ശക്തൻ ഫസ്റ്റ് ഇൻ ലൈൻ ആയപ്പോഴാണ് കഥ മാറുന്നത്. അന്ന് ഭരണത്തിലുണ്ടായിരുന്ന രാജാവിന്റെ പേരും രാമവർമ്മ എന്നായിരുന്നു. അതായത് നിലവിലുള്ള രാജാവിന്റെയും അടുത്ത അവകാശിയുടെയും പേര് രാമവർമ്മ എന്നായിരുന്നു. നമ്മുടെ ശക്തനും രാമവർമ്മയാണെന്ന് പറഞ്ഞുവല്ലോ. എന്തായാലും ഭരണത്തിലിരുന്ന ഈ രാമവർമ്മ വളരെ ദുർബലനായിരുന്നു. കൊച്ചി തുറമുഖം ഒരു കച്ചവട കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ അത് പലരെയും ആകർഷിച്ചിരുന്നു. ഭരണത്തിലിരുന്ന രാമവർമ്മ ഒരു ദുർബലനാണെന്ന കാര്യം തിരുവിതാംകൂറിലെ ധർമ്മരാജാവിനും, അതായത് കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്കും ഡച്ചുകാർക്കും നന്നായി അറിയാമായിരുന്നു. ഇങ്ങനെ ദുർബലനായ ഒരു രാജാവ് അധികാരത്തിലിരുന്നാൽ മൈസൂർ പട അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ശക്തിക്ക് ഇവരെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയും എന്ന കാര്യം അവർക്കറിയാമായിരുന്നു. അതിനാൽ ഭരണത്തിലിരുന്ന രാമവർമ്മയോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അധികാരങ്ങളൊക്കെ തന്നെയും അടുത്ത അവകാശിയായ ശക്തന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ഓർക്കുക, ശക്തന് ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ 20 വയസ്സ് മാത്രമാണ് പ്രായം. അങ്ങനെ പ്രധാന തീരുമാനങ്ങൾ അടുത്ത അവകാശിയായ ശക്തനാണ് എടുത്തിരുന്നത്. കാലങ്ങൾ വീണ്ടും കടന്നുപോയി. ഇതിനിടയിൽ ടിപ്പു സുൽത്താന്റെ ശക്തിയേറിയ പട കൊച്ചിയെ വീണ്ടും ആക്രമിച്ചു കീഴടക്കി. വളരെ നാശനഷ്ടങ്ങളുണ്ടാക്കി. എന്നാലും കൊച്ചി രാജാക്കന്മാർ രാജ്യം തിരിച്ചു പിടിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ഓരോ ആക്രമണങ്ങളും അതിന്റെ നാശനഷ്ടങ്ങളും ഇനി ഉണ്ടാവാതിരിക്കാൻ കൊച്ചി രാജ്യം ബ്രിട്ടീഷുമായി ഒരു കരാറുണ്ടാക്കി. അതായത് നമ്മുടെ ശക്തൻ തമ്പുരാൻ ബ്രിട്ടീഷുമായി ഒരു കരാറുണ്ടാക്കി. ഏതെങ്കിലും ശക്തി തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തെ ഉപയോഗിക്കാം എന്നായിരുന്നു കരാർ. അതിനു പകരമായി പ്രധാനപ്പെട്ട കച്ചവടങ്ങൾ എല്ലാം ബ്രിട്ടീഷുകാരുമായി വേണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. കൊച്ചി രാജ്യം സമ്മതിച്ചു. പിന്നെ കാലക്രമേണ ഏകദേശം 39 വയസ്സായപ്പോഴേക്കുമാണ് ശക്തൻ അധികാരത്തിൽ വരുന്നതും അദ്ദേഹം ശക്തൻ തമ്പുരാനായി മാറുകയും ചെയ്യുന്നത്. അദ്ദേഹം കൊച്ചി രാജ്യത്തിന്റെ ഭരണാധികാരിയായപ്പോൾ മുഴുവൻ രാജ്യവും കലഹം, അനാസ്ഥ, അഴിമതി, പ്രഭുക്കന്മാരുടെ സ്വേച്ഛാധിപത്യം എന്നിവയുടെ പിടിയിലായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, അദ്ദേഹം പല ഭരണ പരിഷ്കാരങ്ങളും നടത്താൻ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം ഒരു ചരിത്ര വിപ്ലവത്തിന് തുടക്കമായി. അദ്ദേഹം ആദ്യമായി ചെയ്ത കാര്യങ്ങളിലൊന്നാണ് തൃശ്ശൂരിലും തൃപ്പൂണിത്തറയിലും ഓരോ കോട്ട ഉണ്ടാക്കുകയും ആ കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുണ്ടാക്കുകയും ചെയ്തു. തൃശ്ശൂർ ടൗണിൽ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ശക്തൻ തമ്പുരാൻ കൊട്ടാരമായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്ഥാനം. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ പ്രഭുക്കന്മാരുടെ അധികാരം കുറച്ചു, നമ്പൂതിരി യോഗങ്ങളുടെ സ്വാധീനം അവസാനിപ്പിച്ചു, അഴിമതി പിടിച്ച ഉദ്യോഗസ്ഥരെ കഠിനമായി ശിക്ഷിച്ചു. ഓർക്കുക, കഠിനമായി ശിക്ഷിച്ചു. നികുതി വ്യവസ്ഥ പുതുക്കി, വ്യാപാരികൾക്ക് നിരീക്ഷണം കൊണ്ടുവന്നു. ഇതെല്ലാം എങ്ങനെയെന്ന് ഇനി നമുക്കൊന്ന് മനസ്സിലാക്കാം. നിയമത്തിന് മുൻപിൽ എല്ലാവരും സമം എന്ന വിശ്വാസം ശക്തൻ തമ്പുരാൻ അച്ചടക്കത്തോടെ നടപ്പാക്കി. ഒരു രാജ്യം ശക്തമാകണമെങ്കിൽ അതിന്റെ പ്രതിരോധവും ശക്തമായിരിക്കണമെന്ന് വിശ്വസിച്ച അദ്ദേഹം 10,000-ഓളം ഭടന്മാർ വരുന്ന ഒരു സൈന്യമുണ്ടാക്കി. അതിന്റെ മേധാവിയായി പണിക്കര് വലിയ കപ്പിത്താൻ എന്നൊരാളെയും നിയമിച്ചു. ഈ പേര് ഞാൻ എടുത്തു പറയാൻ കാരണമുണ്ട്. അദ്ദേഹം കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന കണക്കിന് ഒരു വീരശൂര പരാക്രമിയായിരുന്നു. ശക്തൻ തമ്പുരാന്റെ പല ഭരണപരിഷ്കാരങ്ങളും
എക്സിക്യൂട്ട് ചെയ്തിരുന്നത് ഈ പണിക്കര് വലിയ കപ്പിത്താൻ എന്ന മേധാവിയായിരുന്നു. ശക്തൻ തമ്പുരാൻ ഗതാഗത സൗകര്യം, ശുചീകരണം മുതലായ വിഷയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നാട് നീളെ വഴികൾ വെട്ടുകയും വഴികൾക്ക് ഇരുവശവും തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും വഴികളോട് ചേർന്ന് താമസിക്കുന്നവർ ദിവസവും മുന്നിലുള്ള വഴികൾ കൂടി വൃത്തിയാക്കണമെന്ന കൽപ്പനയും പുറപ്പെടുവിക്കുകയുണ്ടായി. ആ സമയത്ത് രാജ്യത്ത് അരാജകത്വം നിലനിന്നിരുന്നു. അതായത് ലോ ആൻഡ് ഓർഡർ വളരെ മോശമായിരുന്നു. രാജ്യത്തെ ആക്രമണങ്ങൾ നേരിട്ടറിയുന്നതിനായി അദ്ദേഹം വേഷം മാറി നാട് ചുറ്റിയിരുന്നു. ശക്തമായ ഒരു ചാരവൃത്തിയും, അതായത് സ്പൈ നെറ്റ്വർക്കും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കള്ളന്മാരെയും ആക്രമണകാരികളെയും അദ്ദേഹം ദയയില്ലാതെ അമർച്ച ചെയ്തു. നീതി നടപ്പാക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ലായിരുന്നു. ചില തീരുമാനങ്ങൾ വളരെ കടുപ്പമുള്ളവയായിരുന്നു. പക്ഷെ അതെല്ലാം അന്ന് നാട്ടിലുണ്ടായിരുന്ന ലാക്ക് ഓഫ് ലോ ആൻഡ് ഓർഡർ പുനഃസ്ഥാപിക്കാനായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് എന്നാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കരനെ ഐതിഹ്യമാലയിലെ കഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. വിദഗ്ധനായ ഭരണാധികാരിയും നയശാലിയും പ്രഗത്ഭനായ ഒരു രാജതന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം. മാടമ്പിമാരുടെ, അതായത് ഫ്യൂഡൽ ലോർഡ്സിന്റെ അധികാരങ്ങൾ രാജാവ് നേരിട്ട് നിയമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകി. അദ്ദേഹം പ്രഭുക്കന്മാരിൽ ഏറ്റവും സമ്പന്നനായവരുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചടക്കി. അദ്ദേഹത്തിന്റെ രാജ്യം പല താലൂക്കുകളായി വിഭജിച്ച് ഓരോന്നും ഓരോ കാര്യക്കാരുടെ ഭരണത്തിലാക്കി. അവരുടെ കീഴിലുള്ള ഗ്രാമമായിരുന്നു ഏറ്റവും ചെറിയ ഭരണഘടകം. ശക്തൻ തമ്പുരാൻ ഭരണം സെൻട്രലൈസ് ചെയ്തു. അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുകയും അഴിമതിക്ക് അറുതി വരുത്തുകയും ചെയ്തു. ഉദ്യോഗസ്ഥരെ മാനേജ് ചെയ്യാനായി അദ്ദേഹം സുബേദാർ എന്ന പേരിൽ പ്രത്യേകമായ ഒരു സംഘം ആൾക്കാരെ നിയമിച്ചു. ശക്തൻ തമ്പുരാൻ നാടുവാഴി പ്രഭുത്വത്തിന്റെ ശക്തി അടിച്ചമർത്തുമ്പോൾ തന്നെ ബ്രാഹ്മണ പൗരോഹിത്യത്തിന്റെ അധികാരം തകർക്കാനും വേണ്ട നടപടികൾ കൈക്കൊണ്ടു. വടക്കുംനാഥ ക്ഷേത്രത്തിലും പെരുമനം ക്ഷേത്രത്തിലും നിലനിന്നിരുന്ന ചില സമ്പ്രദായങ്ങൾ അദ്ദേഹം അവസാനിപ്പിച്ചു. ഈ ക്ഷേത്രങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തു. കൊങ്ങിണികളും ലത്തീൻ ക്രിസ്ത്യാനികളും ശക്തൻ തമ്പുരാന്റെ അനിഷ്ടത്തിന് പാത്രമായിട്ടുണ്ട്. കൊങ്ങിണി സമുദായത്തിലെ കുബേരന്മാരായ വ്യാപാരികളിൽ നിന്ന് അദ്ദേഹം പണം പിടിച്ചെടുക്കുകയും ആ സമുദായത്തിന്റെ വകയായ മട്ടാഞ്ചേരി തിരുമല ദേവസ്വത്തിന്റെ വിഗ്രഹവും ദേവന്റെ വിലപ്പെട്ട രത്നങ്ങളും കൈവശപ്പെടുത്തുകയും ചെയ്തു. പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും കാലത്ത് ചില വിശേഷ അധികാരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ലത്തീൻ ക്രിസ്ത്യാനികളെയും ശക്തൻ തമ്പുരാൻ വെറുതെ വിട്ടില്ല. അവരിൽ ഒട്ടേറെ പേരുടെ വസ്തുക്കൾ പിടിച്ചെടുത്ത് അവരെ രാജ്യത്തിൽ നിന്ന് ഓടിച്ചുവിടുകയും ചെയ്തു. നേരെ മറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ സുറിയാനി ക്രിസ്ത്യാനികളോടുണ്ടായിരുന്ന പെരുമാറ്റം. തമ്പുരാൻ അവർക്ക് വസ്തുക്കൾ നൽകുകയും തൃശൂർ, ചാലക്കുടി, കുന്നംകുളം, ഇരിങ്ങാലക്കുട, തൃപ്പൂണിത്തുറ മുതലായ പ്രധാന നഗരങ്ങളുടെ ഭാഗങ്ങളിൽ അവരെ കുടിപാർപ്പിക്കുകയും ചെയ്തു. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ കാലത്ത് പണി കഴിപ്പിച്ച മാർത്തമറിയം വലിയ പള്ളി. ഇത് സുറിയാനി ക്രിസ്ത്യാനികളുടെ കേരളത്തിലെ ആദ്യത്തെ പള്ളിയാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കാലത്ത് കൊച്ചിക്കുണ്ടായ ചില പുരോഗതിയെക്കുറിച്ച് നോക്കാം. കൊച്ചിയുടെ ചരിത്രത്തിൽ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിയുടെ ഒരു വിശേഷ ഘട്ടമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭരണകാലം. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ താവളമുറപ്പിച്ച സുറിയാനി ക്രിസ്ത്യാനികൾ വളരെ നല്ല നിലയിൽ വാണിജ്യം നടത്തുകയും രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. ശക്തൻ തമ്പുരാൻ അവർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. പല സ്ഥലങ്ങളിലും അദ്ദേഹം ചന്തകൾ സ്ഥാപിച്ചു. ക്ഷേത്രങ്ങൾ നന്നാക്കുന്നതിലും നവീകരിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട പല ക്ഷേത്രങ്ങളും അദ്ദേഹം പുനഃസ്ഥാപിച്ചു. റോഡുകൾ, പാലങ്ങൾ, കുളങ്ങൾ, സത്രങ്ങൾ, ഇങ്ങനെ പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ള പലതും നിർമ്മിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തി. ജലസേചന പദ്ധതികളുടെ കാര്യത്തിൽ ശക്തൻ തമ്പുരാൻ അത്യന്തം തൽപരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിഷ്പക്ഷവും നിർഭയവുമായിരുന്നു കൊച്ചിയിലെ നീതിന്യായ ഭരണം. കള്ളന്മാരെയും കൊള്ളക്കാരെയും നിർദ്ദയം അടിച്ചമർത്തിയതുകൊണ്ട് കൊച്ചിയിൽ പരിപൂർണ സുരക്ഷിതത്വമുണ്ടായിരുന്നു. ശക്തൻ തമ്പുരാന്റെ ഭരണകാലം കൊച്ചിയുടെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു സംഭവമാണ്. ഒരിക്കൽ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് തൃശൂർ എഴുന്നള്ളി താമസിച്ചിരുന്നപ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ 4 വശത്തും തേക്കുംകാട് നിറഞ്ഞിരിക്കുന്നതായും അത് കാരണം അവിടെ കൂടെ ഗതാഗതം ചെയ്യുന്നതിന് ജനങ്ങൾക്ക് വളരെ ഭയവും അസൗകര്യവും ഉള്ളതായും കാണുകയാൽ ആ കാടെല്ലാം വെട്ടിമാറ്റി ക്ഷേത്രത്തിന് ചുറ്റും വിസ്താരത്തിൽ പ്രദക്ഷിണ വഴിയുണ്ടാക്കി. അവിടെ ജനങ്ങൾക്ക് ഗതാഗത സൗകര്യവും പേടിയില്ലാതെ സഞ്ചരിക്കാനുമുള്ള വഴി ഒരുക്കിക്കൊടുത്തു. നിങ്ങൾക്കറിയാമോ,
പ്രസിദ്ധമായ തൃശൂർ പൂരം ശക്തൻ തമ്പുരാന്റെ കൽപ്പന പ്രകാരം തുടങ്ങിയതാണെന്നാണ്. അതിനു മുൻപ് അവിടെ ഒരു ആഘോഷം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ തിരുമനസ്സുകൊണ്ട് തൃശൂർ എഴുന്നള്ളി താമസിച്ചിരുന്നപ്പോൾ ആ ദേശക്കാരെല്ലാം അദ്ദേഹത്തിന് മുമ്പാകെ ആവശ്യപ്പെട്ടു. അതിനു പുറകിൽ വേറെ ഒരു കഥയുണ്ട്. എന്തായാലും അവരുടെ ആഗ്രഹപ്രകാരം തൃശൂരിൽ ആണ്ടുതോറും പൂരം ഒരു ആഘോഷ ദിവസമാക്കി കൊണ്ടാടണം. അതിന് നാട്ടുകാർ തിരുവമ്പാടി, പാറമേക്കാവ് ഇങ്ങനെ രണ്ടു ഭാഗമായി തിരിഞ്ഞ് ശാസ്താവ് മുതലായ ദേവന്മാരെയും എഴുന്നള്ളിച്ച് വടക്കുംനാഥ ക്ഷേത്രസന്നിധിയിൽ കൊണ്ടുവരണം. അവയിൽ തിരുവമ്പാടിയിൽ നിന്നും പാറമേക്കാവിൽ നിന്നും എഴുന്നള്ളത്ത് പ്രധാനമായിരിക്കണം. ഈ വകയ്ക്ക് വേണ്ടുന്ന പണം ജനങ്ങൾ വീതിച്ചെടുത്ത് ചിലവ് ചെയ്യണം. അതിനു വേണ്ടുന്ന സഹായമെല്ലാം ഭരണാധികാരികൾ ചെയ്തു തരും എന്നും പറഞ്ഞു. ജനങ്ങളെല്ലാം ആ കൽപ്പനയെ സമ്മതിക്കുകയും ചെയ്തു. ആ ആണ്ടിൽ തന്നെ മഹോത്സവം തുടങ്ങുകയും ചെയ്തു. തൃശൂർ പൂരത്തിന് ഇപ്പോഴും തുടർന്നു വരുന്ന ചട്ടവട്ടങ്ങൾ എല്ലാം ശക്തൻ തമ്പുരാൻ നിശ്ചയിച്ചവയാണ്. 1796 അതായത് 1796 ഈ സംഭവം. 200 വർഷങ്ങളിലേറെയായി തൃശൂർ പൂരം നടക്കുന്നു. ശ്രീ കൊട്ടാരത്തിൽ ശങ്കണ്ണിയുടെ കഥയിൽ കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലും ശക്തൻ തമ്പുരാന്റെ ക്രൂരമായ ശിക്ഷാരീതികൾ ന്യായീകരിച്ചുകൊണ്ടുള്ള കഥകളാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്, അതിന്റെ ഗുണമെന്തായിരുന്നു, അങ്ങനെയൊക്കെ. തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു രാജാവായിരുന്നു ശക്തൻ തമ്പുരാൻ എന്ന് നമ്മൾ സംശയിച്ചു പോകും. അതുമാത്രമല്ല, ശ്രീ കൊട്ടാരത്തിൽ ശങ്കണ്ണി ശക്തൻ തമ്പുരാനെ പറയുന്നത് ശ്രീ ശക്തൻ തമ്പുരാൻ തിരുമനസ് എന്നാണ്. വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹം ശക്തൻ തമ്പുരാനെക്കുറിച്ച് പരാമർശിക്കുന്നത്. ആകപ്പാടെ വിചാരിച്ചാൽ ശക്തൻ തമ്പുരാൻ ഒരു അമാനുഷിക പ്രഭാവനായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി തമ്പുരാനെക്കുറിച്ച് പറയുന്നത്. ഇദ്ദേഹത്തെപ്പറ്റി മനഃസാക്ഷിയില്ലാത്ത ക്രൂരൻ എന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ട്. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ ആവശ്യമായിരുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെയൊക്കെ നടപടിയെടുത്തത്. ദുഷ്ടന്മാരെ ശിക്ഷിക്കുമ്പോൾ അല്പം കടന്നുപോയില്ലേ എന്ന് നമുക്ക് തോന്നുമെങ്കിലും ശിഷ്ടന്മാരെ രക്ഷിക്കാൻ അതല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല എന്നൊക്കെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ന്യായീകരിക്കുന്നുണ്ട് ശക്തൻ തമ്പുരാന്റെ പെരുമാറ്റത്തെ. ഈ 10-12 മിനിറ്റിൽ ശക്തൻ തമ്പുരാൻ ഐതിഹ്യമാല കഥയോട് എനിക്ക് നീതി പുലർത്താൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ ഐതിഹ്യമാല കഥകൾ വിവരിച്ച് മാത്രം വേറെ എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ എപ്പിസോഡ് ശക്തൻ തമ്പുരാന്റെ ഇൻട്രൊഡക്ഷനായി മാത്രം കണ്ടാൽ മതി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്നും ഇനി ഒരിക്കൽ ഞാൻ ശക്തൻ തമ്പുരാന്റെ കഥ വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രസക്തി മനസ്സിലാവുമെന്നും കരുതുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.